പാലസ്തീൻ്റെ രാജ്യ പദവി, അതായത് ടു സ്റ്റേറ്റ്ഹുഡ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇസ്രായേലിൽ അത് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ഓരോ രാജ്യങ്ങളും ഓരോ ദിവസവും പാലസ്തീന് സഹായവുമായി, അവർക്ക് ഐക്യദാർഢ്യവുമായി എത്തുന്ന ഒരു കാഴ്ച. അതിനിടയിലാണ് കാനഡ പ്രത്യേകമായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പാലസ്തീനെ പ്രത്യേക രാജ്യ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ അനുകൂലിക്കും. കൃത്യമായി കാനഡയുടെ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി പറഞ്ഞിരിക്കുന്നത്, കാനഡയ്ക്ക് എല്ലാ രീതിയിലും പാലസ്തീനെ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കണം എന്നുണ്ട്. അത് ഞങ്ങൾ 80th, അതായത് 80ാമത്തെ UN അസംബ്ലിയിൽ ഞങ്ങൾ അത് വ്യക്തമായി ഉന്നയിക്കും എന്നതാണ്. നമുക്കറിയാം, ഫ്രാൻസ്, അതുപോലെ തന്നെ സ്പെയിനും ഇറ്റലിയുമെല്ലാം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. എന്തിനധികം പറയുന്നു, ഈ വിഷയങ്ങളിൽ ട്രംപ് വളരെയധികം വിറളി പിടിച്ചിരിക്കുകയാണ്. കാരണം ഫലസ്തീന് കൂടുതൽ രാജ്യങ്ങൾ പിന്തുണയുമായി എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ദഹിക്കുന്ന വിഷയമല്ല. ഇവരെയെല്ലാം ഉപദ്രവിച്ചു കളയും, വ്യാപാര കരാറുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ തീരുവ ചുമത്തി അവരെയൊക്കെ വ്യാപാര യുദ്ധത്തിൽ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ കൃത്യമായി ഇപ്പോൾ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്, കാനഡ ഇതുവരെയും US ഒരു വ്യാപാര കരാറിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല, ഇത് അവരുടെ ഭാവിയെ തന്നെ അവതാളത്തിലാക്കുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുമ്പോഴും കാനഡ അതൊന്നും കൂസാതെ നിൽക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം കാനഡയിൽ നിൽക്കുമ്പോഴും കാനഡ US ആഗ്രഹങ്ങൾക്കൊത്ത രീതിയിലല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും കാനഡയും തമ്മിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇനി കാനഡയുടെ ഭാവി എന്നതിനേക്കാൾ പ്രധാനം ഫലസ്തീന് ഐക്യദാർഢ്യം, അവരുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പലരും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ലോകരാജ്യങ്ങൾ തന്നെ നോക്കൂ, 147 രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതാണ് പാലസ്തീൻ്റെ സ്റ്റേറ്റ്ഹുഡ് പദവി. എന്നാൽ ചില രാജ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ വിരട്ടലും അവരുടെ വിലപേശലും ഒന്നും ഒരു രീതിയിലും അംഗീകരിക്കാനോ, അവരുടെ മുരുക്കുമുഷ്ടി അത് കാണിച്ച് അവരുടെ കയ്യൂക്കിൻ്റെ തിണ്ണബലത്തിൻ്റെ അഹംഭാവം എടുക്കണ്ട എന്നുള്ളതാണ് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ കൂടി വന്നിരിക്കുന്നത്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഒന്നേ പറയാനുള്ളൂ, വളരെ വ്യക്തമായി ഫലസ്തീന് സ്റ്റേറ്റ്ഹുഡ് പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായാൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകും. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഫലസ്തീൻ്റെ വിമോചനത്തിനായി. അതിന് ഒട്ടും വൈകരുത് എന്നുള്ള കൃത്യമായ ഒരു താക്കീത് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്.